പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവർക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ സത്യവിശ്വാസികൾക്ക് ഭൂമിയിലെ ജീവിതം ജയിൽ ജീവിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. എന്നിട്ട് പിന്നെ അവർ പറയും, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചില്ലേ, സുമയ്യ ബീവിയുടെ സ്വകാര്യ ഭാഗത്തിലൂടെ കുന്തം ഓട്ടിയില്ലേ, അമ്മാറിനെ യാസർ അങ്ങനെയുള്ള ആളുകളൊക്കെ അനുഭവിച്ചില്ലേ, യാസർ കുടുംബമേ ക്ഷമിക്കൂ എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, ഈ സ്വഹാബത്തൊക്കെ ഇത്രയധികം പീഡനങ്ങൾ സഹിച്ചിട്ടില്ലേ, അപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്ന കാര്യത്തിന് ഇത് നമ്മൾ ക്ഷമിക്കുക. എന്നാൽ ഭൗതികപരമായി ചിന്തിച്ചാൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ, എന്നാൽ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലോ ഭൗതികപരമായി ചിന്തിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിൽ അത് സൊല്യൂഷനിലേക്ക് അവർ എത്തുകയും ചെയ്യും. പാവപ്പെട്ട വിശ്വാസികളാണെങ്കിൽ ഒരു പരിധി വരെ അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കാൻ പറയുക, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ ഓതിത്തരും.